നമുക്ക് മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നമ്മുടെ കഥാനായകന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അവളെ പോയി പ്രപ്പോസ് ചെയ്യും. എന്നാൽ അവളാണെങ്കിൽ അവനെ റിജക്റ്റും ചെയ്യുകയാണ്. അതോടുകൂടി നായകനാണെങ്കിൽ ഒരു തീരുമാനമെടുക്കും, അതും കോളേജിലുള്ള മുഴുവൻ കുട്ടികൾക്ക് മുന്നിൽ വെച്ച്. 4 വർഷത്തിനകം ഇവളേക്കാൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ പ്രണയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവളുടെ വീട്ടില് വേലക്കാരനായി ചെന്ന് നിൽക്കുമെന്ന്. ആ ഒരു ശബ്ദം എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. 4 വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ചെന്നൈയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ് കാണിക്കുന്നത്. അവിടുത്തെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലോ വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു. ആ കോളേജിൽ 2 ടീമുണ്ട്. ഒന്ന് പിങ്ക് കളർ ഡ്രസ്സ് ഇടുന്ന ടീമും രണ്ടാമത്തേത് ബ്ലാക്ക് കളർ ഡ്രസ്സ് ധരിക്കുന്ന ടീമും. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് പിങ്ക് ടീമിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ലീഡറിനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ലീഡറായിട്ട് വരുന്നത് നമ്മുടെ കഥാനായികയായ ഇസയാണ്. ഇസയോടും അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ ഇസയ്ക്കൊക്കെ അത് കേട്ട് വല്ലാത്ത ദേഷ്യം വരും. ഇവർ വെയിറ്റ് ചെയ്യുന്നതോ ബ്ലാക്ക് കളർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് കളർ ടീം എന്ന് പറയുന്നത് നമ്മുടെ കഥാനായകനായ ഹോണസ്റ്റ് രാജയും കൂട്ടുകാരും അടങ്ങുന്ന ഒരു വലിയ ടീമാണ്. ഹോണസ്റ്റ് രാജയെ നമുക്ക് രാജ എന്ന് വിളിക്കാം. അങ്ങനെ രാജയും ഗ്യാങ്ങും അവിടേക്ക് വരും. ഈ 2 ടീമും തമ്മിൽ വല്ലാത്ത പ്രശ്നമായിരുന്നു. അതിന് കാരണം രാജയ്ക്കാണെങ്കിലോ ഇസയെ ഇഷ്ടമാണ്. ഇസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുമായിട്ടാണ് വരുന്നത്. ഓൺ സൈഡ് ആയിട്ടാണ് ഇസയെ ലവ് ചെയ്യുന്നതും. എന്നാൽ ഗിഫ്റ്റ് കയ്യിൽ വാങ്ങിയ ഇസയാണെങ്കിലോ അത് ദൂരേക്ക് വലിച്ചെറിയുന്നു. ഇസയ്ക്ക് അവനെ ഇഷ്ടമേയല്ല. ലവ് എന്ന് പറഞ്ഞ് ഒരുപാട് അവളെ അവൻ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അവൾ ലവ് റിജക്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഉടനെ തന്നെ രാജ കോളേജിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ചെന്നിട്ട് താഴേക്ക് ചാടുവാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് അവൻ താടി നിൽക്കുന്ന പിള്ളേരോട് പറയും, ഞാനൊരിക്കലും ആത്മഹത്യയൊന്നും ചെയ്യില്ല. ഇപ്പോൾ ഞാനൊരു ശപഥം ചെയ്യുകയാണ്. 4 വർഷം, ഈ 4 വർഷത്തിനകം ഇസയെക്കാളും സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വരും. അഥവാ അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇസയുടെ വീട്ടിലെ വേലക്കാരനായിട്ട് ഞാൻ നിൽക്കുമെന്നും അവൻ സത്യം ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാജയാണ്. രാജയാണെങ്കിലോ മദ്യപിച്ചിരുന്ന് കരച്ചിലോട് കരച്ചിൽ. രാജയ്ക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അതും ഓൺ സൈഡ് ആയിട്ട്. ആ പെണ്ണിന്റെ കല്യാണം നാളെയാണ്. അതുകൊണ്ട് തന്നെ അവൻ മദ്യപിച്ചിരുന്ന് കരയുന്നു. കൂട്ടുകാര് തിരക്കുന്ന സമയത്ത് അവളെ ഞാൻ ഓൺ സൈഡ് ആയിട്ട് ഒരുപാട് പ്രണയിച്ചതാ, പക്ഷെ അവളിതേ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയും. അത് കേട്ട കൂട്ടുകാർ ചോദിക്കുന്നത്, എടാ നീ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്? ഓൺ സൈഡ് ലവോ? ഇത്രയും നാളായിട്ട് നീ അവളെ വല്ല പ്രപ്പോസും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നീ ഇരുന്ന് കരയേ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അവനെ ഉപദേശിക്കുന്നതും. എന്നാൽ പെട്ടെന്ന് തന്നെ രാജ, ഒരു കാര്യം ചെയ്യാം, നാളെയല്ലേ അവളുടെ കല്യാണം, ഇന്ന് പോയി ഞാനൊന്ന് പ്രപ്പോസ് ചെയ്താലോ എന്ന് പറഞ്ഞ് അവൻ നേരെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നു. അവൻ അവളെ ഇഷ്ടമാണെന്നും അവളോട് പറയും. എന്നാൽ അവൾ പറയുന്നത്, നിനക്കെന്നെ ഇഷ്ടമാണെന്നോ? ഞാനും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും 5 വർഷമായി പ്രണയത്തില. ഇതിനിടയ്ക്ക് നീ എന്നെ പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാനായി പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവളും അവനെ റിജക്റ്റ് ചെയ്യുന്നു. അതോടുകൂടി നമ്മുടെ രാജയാണെങ്കിൽ തകർന്ന് തരിപ്പണമാവുകയാണ്. വീട്ടിലേക്ക് എത്തുന്ന അവനെയാണെങ്കിൽ അച്ഛനും അമ്മയും ഒരുപാട് വഴക്ക് പറയും. കാരണം പഠിത്തം കഴിഞ്ഞിട്ട് ഒരു ജോലിക്കും കൂലിക്കും പോവാതെ ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കുകയാ. അച്ഛനാണെങ്കിൽ കോർപ്പറേഷനിലാണ് ജോലി ചെയ്യുന്നതും. അച്ഛനും അമ്മയും സഹോദരിയും ചേർന്ന കുഞ്ഞു കുടുംബമാണ് രാജയുടേത്. അച്ഛനും അമ്മയും ജോലിക്ക് പോകാത്തതിന് അവനെ ഒരുപാട് വഴക്ക് പറയുന്നത് കൊണ്ട് തന്നെ അവന്റെ കൂട്ടുകാരനാണെങ്കിലോ ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതിൽ ചേരുകയാണ് രാജയും. അങ്ങനെ അവന്റെ ദിവസങ്ങളൊക്കെ കടന്നു പോവുകയാണ്. ഒരിക്കൽ രാജയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ചാറ്റിംഗ് ആരംഭിച്ചു. അവളെ ആദ്യമായിട്ട് അവൻ വീഡിയോ കോൾ ചെയ്യാൻ പോവുകയാ. അവൻ റൂമിലിരുന്ന് വീഡിയോ കോൾ ചെയ്യുന്ന സമയം തന്നെ അച്ഛൻ റൂമിലേക്ക് കയറി വരും. അച്ഛനെ കണ്ടതും ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച് ഫോണും താഴ്ത്തി വെക്കുന്നു. പക്ഷേ ക്യാമറ ഓൺ ആയിരുന്നു. അച്ഛൻ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ രാജയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വരും. അതാ പെൺകുട്ടിയുടെ ഐഡിയിൽ നിന്ന് വന്നതാ. ആ ഒരു വീഡിയോ ഓപ്പണാക്കി നോക്കുന്ന സമയത്ത് രാജയുടെ അച്ഛനാണെങ്കിലും ഡ്രസ്സ് മാറുന്നു. ഫുൾ നഗ്നായി നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അത് കണ്ടതും രാജ ഞെട്ടിപ്പോകും. ഈ വീഡിയോ പുറത്തു വിടണ്ട എന്നുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് 5000 രൂപ തരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് രാജയ്ക്കൊരു കാര്യം മനസ്സിലായത്.
ഇത്രയും നാള് പെണ്ണാണെന്ന് കരുതി അവൻ ചാറ്റ് ചെയ്തതെല്ലാം ഒരു ഫേക്ക് ഐഡി ആയിരുന്നു എന്നറിഞ്ഞ് അവൻ ഞെട്ടിപ്പോകുന്നു. ഈ ഒരു കാര്യം കൂട്ടുകാരോടും പറയുന്നു. അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം തന്നെ രാജയാണെങ്കിൽ കൂട്ടുകാരനൊപ്പം ഹൗസ് കീപ്പിങ്ങിന്റെ ആ ഒരു കോർഡിനേറ്ററായിട്ട് പോകില്ലേ. അവിടെ ചെറിയൊരു പ്രശ്നം എന്തെന്നാൽ VIP ഹൗസ് കീപ്പിംഗ് ഉണ്ട്. അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. പക്ഷേ ഒരാളുടെ കുറവ്, അഥവാ ഒരാളിനെ സെറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രാജയുടെ കൂട്ടുകാരന്റെ ജോലിയെ തന്നെ അത് ബാധിക്കും. അതെല്ലാം അറിഞ്ഞ് രാജയാണെങ്കിലോ താൻ പോകാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവൻ വീട്ടുകാരോട് പറയുന്നത് അവൻ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നെന്ന് കള്ളം പറഞ്ഞ് ഹൗസ് കീപ്പിങ്ങിനായിട്ട് ആരുടെ വീടാണ് കൊടുത്തിരിക്കുന്നത് ആ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അവൻ ഞെട്ടിപ്പോകുന്നത്. അത് മറ്റാരുമല്ല, അവൻ കോളേജിൽ വെച്ച് സൈഡായിട്ട് പ്രണയിച്ച പെൺകുട്ടിയില്ലേ ഇസൈ, അവളുടെ വീട് തന്നെയാണ്. അവനാണെങ്കിൽ നാണക്കേടാണോ എന്താണെന്ന് അറിയാത്തൊരവസ്ഥ. കാരണം അവൻ പറഞ്ഞില്ലേ 4 വർഷത്തിനകം ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതും ഇസയേക്കാൾ നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കാമെന്ന്. ഇപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതും. എന്നാൽ ഇസയുടെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഇല്ല. അവളുടെ അച്ഛനും അമ്മയും വിദേശത്താണ്. അവളാണെങ്കിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. വീട്ടിൽ അവൾ മാത്രമാണുള്ളത്. എന്നാൽ രാജാണെങ്കിലോ എത്രയായാലും താൻ ഒരു സമയത്ത് പ്രണയിച്ചിരുന്ന പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് അപമാനമൊന്നും വിചാരിക്കണ്ട എന്ന് കരുതി നല്ല രീതിക്ക് അവളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുവാനായും തുടങ്ങി. ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എങ്ങനെയാണോ വീട്ടിൽ നല്ല രീതിക്ക് പെരുമാറുന്നത്, അതുപോലെ തന്നെ രാജാണെങ്കിൽ അവളുടെ വീട്ടിൽ നന്നായിട്ട് പെരുമാറുന്നു. കളിയും ചിരിയുമായിട്ട് ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ എത്ര ദിവസങ്ങൾ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാലും ഇസൈക്ക് അവനോട് പ്രണയമൊന്നും തോന്നുന്നതേയില്ല. വീട്ടിലെ വെറും വേലക്കാരനായിട്ടാണ് അവനെ അവൾ കാണുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹൗസ് കീപ്പിങ്ങിനായിട്ട് രാജ അവളുടെ വീട്ടിലേക്ക് വന്ന സമയം ഡോറ് തുറന്നു നോക്കുമ്പോൾ വീട് മുഴുവനായിട്ടും അലങ്കരിച്ചിട്ടിരിക്കുന്നു. മാത്രവുമല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് ഇസൈ പുറത്തേക്ക് ഇറങ്ങി വരും. ഇവളുടെ കല്യാണം വല്ലതും ആകാറായോ എന്നൊക്കെയായിരുന്നു രാജ ചിന്തിച്ചതും. എന്നാൽ ഇസൈ പറയുന്നത്, ഞാനേ നമ്മളുടെ കോളേജിലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുക, എല്ലാവരും ഇവിടേക്ക് വരുമെന്ന് പറയുന്നു. അത് കേട്ടതും രാജ് ഞെട്ടിപ്പോകും. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണല്ലോ. എന്നാൽ രാജ് ഇപ്പോൾ ഇസൈയുടെ വീട്ടില് ഹൗസ് കീപ്പിങ്ങിന് നിൽക്കുന്നതെന്നറിഞ്ഞാൽ അവനൊരു നാണക്കേടല്ലേ. കൂട്ടുകാരുടെ മുന്നിൽ അവൻ നാണം കെട്ടു പോകില്ലേ. എന്ത് ചെയ്യുമെന്ന് അവൻ ചിന്തിച്ചു നിൽക്കുന്ന സമയം. എന്നാൽ ഇസൈയാണെങ്കിലോ അവളുടെ ചെറിയൊരു മനസാക്ഷി കൊണ്ട് അവന് പുതിയ ഡ്രസ്സുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് നീ നമ്മളോട് പഠിച്ചതല്ലേ, അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനിൽ നീയും പങ്കെടുത്തോ എന്ന് ഇസൈ രാജിനോട് പറയും. കൂട്ടുകാരെല്ലാവരും വീട്ടിലേക്ക് വന്നു. രാജൻ എല്ലാവരെയും പോലെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ എല്ലാവർക്കും ഒപ്പം സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ഇസൈ മനഃപൂർവ്വം ഒരു ഗ്ലാസ് തറയിലിട്ട് പൊട്ടിക്കും. എന്നിട്ട് ഉറക്കെ തന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എവിടെയെന്ന് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആരാ? രാജല്ലേ. രാജനെ നോക്കിയിട്ട് ദേ ഇത് വന്ന് വൃത്തിയാക്കെന്ന് പറയും. അതോടുകൂടി കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി അവളുടെ വീട്ടിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും മറ്റാരുമല്ല രാജാണെന്ന്. രാജൻ മുൻപ് ഒരു വെല്ലുവിളി നടത്തിയില്ലേ, ആ ഒരു വെല്ലുവിളിയാണ് എല്ലാവരും ഇപ്പോൾ ഓർത്തിച്ചിരിക്കുന്നതും. എല്ലാവരുടെയും മുന്നിൽ അപമാനപ്പെട്ട് ഒന്നും മിണ്ടാതെ ഒരു മരം പോലെ നിൽക്കുകയായിരുന്നു രാജ. എന്നാൽ അതേസമയം തന്നെ കുറച്ച് കൂട്ടുകാരാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ രാജാണെങ്കിലോ എല്ലാവരുടെയും മൂഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി ആ ഒരു നിമിഷമാണെങ്കിൽ എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ അവൻ എത്ര അപമാനപ്പെട്ടെങ്കിലും ആ അപമാനമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ് രാജ്. അതെല്ലാം കണ്ടതും ഇസൈക്കാണെങ്കിൽ വല്ലാതെ സങ്കടം തോന്നുന്നു. ഇസൈ ഇങ്ങനെ പെരുമാറുവാനായിട്ട് ഒരു കാരണമുണ്ട്. ഒരു ദിവസമാണെങ്കിൽ അവളുടെ ഫോൺ ഈ രാജ് വാങ്ങി ഉപയോഗിച്ചിരുന്നു. അവന്റെ ഫോണിൽ റേഞ്ച് കിട്ടാത്തത് കൊണ്ട് അടുത്ത ദിവസം തന്നെ തന്റെ കമ്പനിയിലേക്ക് ഇസൈ പോകുന്ന സമയത്ത് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കാനായി വന്ന സമയത്ത് അവളുടെ ഫോണിൽ നിന്നും കൂടുതലായി ഓണായി വന്നതെല്ലാം ഫോൺ വീഡിയോസ് ആയിരുന്നു. തലേ ദിവസം തന്റെ ഫോൺ ഉപയോഗിച്ചത് രാജാണെന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ രാജാണ് ഇതിന് പിന്നിലെന്ന് അവൾ കരുതും. അങ്ങനെ അവൾ നേരെ രാജനടുത്തേക്ക് വന്നിട്ട്, ഞാൻ നിന്നോട് ഇന്ന് അങ്ങനെ പെരുമാറാൻ കാരണം നീ എന്ന് എൻ്റെ ഫോണിലാണെങ്കിൽ ഒരുപാട് പോൺ വീഡിയോ കണ്ടില്ലേ, അത് കാരണം എനിക്ക് കമ്പനിയിൽ ഒരുപാട് നാണം കെടേണ്ടി വന്നു എന്ന് അവൾ പറയുന്നു. അത് കേട്ട് രാജ് പറയും, സത്യത്തിൽ ഞാൻ നിന്റെ ഫോണിൽ പോൺ വീഡിയോസ് ഒന്നും കണ്ടില്ല. അന്ന് ഞാൻ നിന്റെ ഫോൺ എടുത്ത് എൻ്റെ വാട്സപ്പ് ഓണാക്കിയ സമയത്ത് അതിലെന്തോ ലിങ്ക് വന്നു. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. പക്ഷെ അത് കയറിപ്പോയത് ഫോൺ സൈറ്റിലേക്കാ. ക്ലിയർ ചെയ്യാൻ നോക്കിയിട്ട് ക്ലിയർ ആയതുമില്ല. മാത്രമല്ല ഞാനങ്ങനെ ഐഫോണൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കിങ്ങും എനിക്കറിയത്തില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാണെന്ന് പറയും. അത് കേട്ടതും രാജയുടെ നിരപരാധിത്വം ഇസൈക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് സങ്കടമായി അവനോട് അങ്ങനെ പെരുമാറിയതിലും. ഒരിക്കൽ രാജയുടെ അച്ഛനും അമ്മയും ചേർന്ന് അവന് പെണ്ണ് കാണുവാനായി കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു.
എന്നാൽ അവൻ ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുന്ന കാര്യം അവർക്കറിയത്തില്ലല്ലോ. ഇസയുടെ വീട്ടിൽ നിൽക്കുന്നത് അവർ കാണും. എങ്ങനെയെങ്കിലും ഇസ അവനെ അതിൽ നിന്നുമൊക്കെ രക്ഷിക്കുകയാണ്, അവന്റെ കൂട്ടുകാരി എന്നാണ് അവൻ പറയുന്നതും. അങ്ങനെ ഇസയെയും കൂട്ടിയാണ് പെണ്ണ് കാണുവാനായിട്ട് അച്ഛനും അമ്മയും പോകുന്നതും. അവിടെ വെച്ച് പെണ്ണ് കണ്ട് പെണ്ണിനെയും അവൻ ഇഷ്ടപ്പെടുന്നു, ചെറുക്കനെയും പെണ്ണിനെയും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇസൈ അവനോട് പറയും, ഇനിയെങ്കിലും നീ ഈ ഹൗസ് കീപ്പിംഗ് ജോലിയൊക്കെ നിർത്തണം, നിന്റെ കല്യാണമാകാറായില്ലേ, നീ ഒരു IT കമ്പനിയിൽ ജോലിക്ക് കയറുമെന്ന് അവൾ അവനെ ഉപദേശിക്കുന്നു. അവനും അത് സ്വീകരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജ ഇസയെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. രാജിന്റെ അച്ഛനും അമ്മയും അവളോട് സ്നേഹത്തിൽ പെരുമാറുന്നത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. മാത്രമല്ല രാജിന്റെ അമ്മയാണെങ്കിലോ ഒരു ഹലുവ അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ആ ഹലുവ കഴിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കിയ ഹലുവ എന്ത് ടേസ്റ്റാ, നല്ല രസമുണ്ടെന്ന് പറയും. അത് കേട്ട് അമ്മ പറയുന്ന, അയ്യോ ഇത് ഞാനുണ്ടാക്കിയതല്ല, ഇതേ രാജു ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. അത് കേട്ടതും അവൾക്ക് എന്തൊക്കെയോ ഓർമ്മ വരികയാണ്. ഉടനെ തന്നെ ടെറസിന് മുകളിലേക്ക് ചെന്നിട്ട് നേരെ അവൾ കൂട്ടുകാരിയെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കും, മുൻപ് നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാറില്ലായിരുന്നോ കോളേജിൽ വെച്ച്? ആ ഫുഡെല്ലാം നീ കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, അല്ല, യഥാർത്ഥത്തിൽ നിനക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുന്നത് രാജായിരുന്നുവെന്ന് കൂട്ടുകാരി പറയുന്നു. അത് കേട്ട് നമ്മുടെ ഇസയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു. ഇസയുടെ അച്ഛനും അമ്മയും കുട്ടിക്കാലം മുതൽ തന്നെ ഗൾഫിലായതുകൊണ്ട് തന്നെ അവൾക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നതും അവളുടെ കൂട്ടുകാരികളാണ്. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് കോളേജിൽ പഠിക്കുന്ന സമയമെല്ലാം ആഹാരം ഉണ്ടാക്കി കൊണ്ടുവന്നത് രാജ് തന്നെയാണ്. അതും രാജ് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ആഹാരമാണ് ഇസയ്ക്ക് കൊടുക്കുന്നതും. മുൻപ് ഇതേ കൂട്ടുകാരി തന്നെ അവളുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഒരു ഹൽവ കൊണ്ടുവന്നിരുന്നു. ആ ഹൽവയ്ക്കും ഈ ഹൽവയ്ക്കും ഒരേ ടേസ്റ്റ്. അപ്പോഴാണ് അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നിയത്. ആ ഹൽവ യഥാർത്ഥത്തിൽ അന്ന് രാജു ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൂട്ടുകാരിയെ ഏൽപ്പിച്ചതായിരുന്നു. എല്ലാം അറിഞ്ഞ് നമ്മുടെ ഇസയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായില്ല. മാത്രവുമല്ല, ഒരു ദിവസം ഇസയ്ക്ക് ഒട്ടും സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അവൾ ഉടനെ തന്നെ അവളുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട്, എടാ നീ എത്രയും വേഗം ഇവിടേക്ക് വരണം, എനിക്ക് ഒട്ടും വയ്യ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്ന് പറയും. കൂട്ടുകാരൻ ദേ വരുന്നു എന്ന് പറഞ്ഞു. കുറെ നേരമായിട്ടും കൂട്ടുകാരനെ കാണുന്നില്ല. അതേസമയം തന്നെ രാജ് അവിടേക്ക് വരും. രാജ് വന്നിട്ട് അവളുടെ കാര്യമെല്ലാം രാജ് തന്നെ നോക്കുന്നു. അതേസമയമായിരുന്നു കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ട്, അതേടി എനിക്ക് വരാനായി പറ്റിയില്ല, വരാനായി ഇറങ്ങിയപ്പോൾ അത്യാവശ്യപ്പെട്ട് എൻ്റെ ഫ്രണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചത്, ഞാൻ ആ പാർട്ടിക്ക് പോയിരുന്നുവെന്നും കൂട്ടുകാരൻ പറയും. അത് കേട്ടതും ഇസയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. കാര്യം അവള് സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് കൂട്ടുകാരനെ വിളിച്ചപ്പോൾ കൂട്ടുകാരനാണെങ്കിലോ അത്ര വലിയ വിലയൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. പക്ഷേ രാജാണെങ്കിൽ അവളെ നന്നായിട്ട് നോക്കി. രാജിനോട് അവൾക്ക് ചെറിയ പ്രണയമൊക്കെ തോന്നുന്നു. ഒരിക്കൽ ഇസൈ രാജിനെ പ്രപ്പോസ് ചെയ്യും. നിന്നെ പോലൊരാളിനെ ഒരിക്കലും ഞാൻ മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയുന്നു. അത് കേട്ടതും രാജിന് ഒരുപാട് സന്തോഷമായി. അവൻ എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത് അത് തന്നെയാണ് അവനിപ്പോൾ കേട്ടിരിക്കുന്നതും. അങ്ങനെ രാജാണെങ്കിൽ ഉടനെ തന്നെ പോയിട്ട് അവന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നില്ലേ, ആ പെൺകുട്ടിയോട് പറയും, ഞാനൊരു പെൺകുട്ടിയുടെ പിറകെ ഒരുപാട് നാൾ നടന്നു, എന്നാൽ ഇന്നാ അവൾ അതിന് സമ്മതിച്ചത്, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒഴിവാക്കുകയാ, നിനക്ക് എന്നെക്കാൾ നല്ലൊരു പയ്യനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവളെ തേച്ചൊട്ടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് രാജ്. എന്നിട്ട് ഇസയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുവാനൊക്കെ ആരംഭിക്കുന്നു. എന്നാൽ ഇസയാണെങ്കിലോ ഇസയുടെ സ്വഭാവം വേറൊന്നാ. ഇസയ്ക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനായിട്ട് പറഞ്ഞിട്ട് വരാതിരുന്ന ഫ്രണ്ട്, അവന്റെ പേരാണ് ഹരീഷ്. ഈ ഇസയാണെങ്കിൽ ഹരീഷിനെയും പ്രണയിക്കുകയാണ്. ഹരീഷിനോട് പറയും, നമ്മൾ രണ്ടുപേർക്കും ലിവിങ് റിലേഷൻഷിപ്പിലിരിക്കാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ആകുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാമെന്നും ഇസൈ ഹരീഷിനോട് പറയുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ രാജാരാ എന്ന്. സത്യത്തിൽ അവൾ രണ്ടുപേരെയും പ്രണയിക്കുകയാണ്. ഇതിൽ ആര് ഓക്കെ ആകുന്നു അവരെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു മട്ടായിരുന്നു ഇസൈക്ക്. ഇസൈയാണെങ്കിൽ രാജിനോടും ടൈം സ്പെൻഡ് ചെയ്യും, കൂടുതൽ സമയവും ഹരീഷിനോടാണ് സ്പെൻഡ് ചെയ്യുന്നതും. അങ്ങനെ അവൾ രാജിനെ അവളുടെ കമ്പനിയിൽ തന്നെ കയറ്റുകയാണ്. IT ജോലി വാങ്ങി നൽകുന്നു. രാജിനും ഒരുപാട് സന്തോഷമായി. കാരണം രണ്ടുപേരും ഒരുമിച്ചാണല്ലോ വർക്ക് ചെയ്യുന്നതും. രാജിനെ ഇസൈ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. കല്യാണത്തിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നുമുണ്ട്. മറ്റൊരു വശത്ത് ഹരീഷിനോടും കല്യാണത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നിന്റെ അച്ഛനോടും അമ്മയോടും നമ്മുടെ കാര്യം തുറന്നു പറയും, നമുക്ക് കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാമെന്നും ഹരീഷിനോട് അവൾ പറയുന്നു. ഒരിക്കൽ ഹരീഷും ഇസയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് രാജ് കാണും. രാജ് ഉടനെ തന്നെ ഇസയുടെ അടുത്ത് വന്നിട്ട്, നീ എന്തിനാ ഇവനോടൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകുന്നു. എന്നാൽ ഇസയാണെങ്കിലോ അവൻ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് രാജിനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞുവിടും. സത്യത്തിൽ ഇസൈ പ്രണയിക്കുന്നത് ഹരീഷിനെയാണ്. അവൾ വെറും ബെസ്റ്റിയായിട്ട് മാത്രമാണ് രാജിനെ കാണുന്നതും. എന്നാൽ അവൻ വിശ്വസിച്ചിരിക്കുന്നത് ഇസൈ അവനെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുവെന്ന്.
രാജ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതെല്ലാം ഹരീഷ് കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇസൈ നേരെ ഹരീഷിനടുത്തെത്തിയിട്ട്, ഒരു കാര്യം ചെയ്യാം, നീ നാളെ തന്നെ നിന്റെ അച്ഛനെയും അമ്മയും എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, നമുക്ക് കല്യാണം ഉറപ്പിക്കാമെന്നും ഹരീഷിനോട് പറയുന്നു. ഹരീഷും അതിന് സമ്മതിക്കും. എന്നിട്ട് ഇസൈ നേരെ വന്നിട്ട് രാജിനടുത്ത് വന്നിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്, നാളെ എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് കല്യാണ കാര്യം ചർച്ച ചെയ്യാം, ഭാവി കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട് എന്ന് അവനോട് പറയുന്നു. അത് കേട്ട് അവൻ ഒരുപാട് സന്തോഷമാകും. അടുത്ത ദിവസം തന്നെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു കല്യാണ പയ്യൻ എങ്ങനെ റെഡിയാകുന്നു അതുപോലെ തന്നെ റെഡിയായി അച്ഛൻ അറിയാതെ തന്നെ അച്ഛന്റെ കാലിൽ വീണ അനുഗ്രഹവും വാങ്ങിയിട്ടാണ് രാജ് അവിടെ നിന്നും നേരെ ഇസയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇസയുടെ വീട്ടിലെത്തിയ സമയത്ത് അവിടെ ഹരീഷിന്റെ അച്ഛനും അമ്മയും ഹരീഷും എല്ലാം ഇരുന്ന് കല്യാണം ഉറപ്പിക്കുകയാണ്. അത് കണ്ടതും രാജിന് സഹിക്കാനായില്ല. ഉടനെ തന്നെ അവൻ ടെറസിലേക്ക് പോകും. അവന് പിന്നാലെ ഇസയും എത്തുകയാണ്. ഇസൈനോട് അവൻ എന്താ ഇവിടെ നടക്കുന്നത്, അവരെന്തിനാ അവിടെ വന്നിരുന്ന് വിവാഹമൊക്കെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോഴാണ് രാജിനെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇസൈ പറയുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ പ്രണയം ഹരീഷിനോടാ, അല്ലാതെ നിന്നോടല്ല. നീ വെറും എൻ്റെ ഒരു ബെസ്റ്റി. നീ ഇന്നത്തെ സമൂഹത്തിനെ കുറിച്ച് മനസ്സിലാക്ക്. ഇവിടെ എല്ലാവരും എങ്ങനെയൊക്കെ തന്നെയാ ജീവിക്കുന്നത്. ഞാൻ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അതിന് ഇങ്ങനെ ഒരു അർത്ഥം നീ കണക്കാക്കണമോ? ഞാൻ നിന്നെ പ്രണയിക്കുന്നെന്ന് നീ ചിന്തിച്ചതാ നിന്റെ തെറ്റ്. ഞാൻ നിന്നെ പ്രണയിച്ചിട്ടൊന്നുമില്ല. ദേ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും രാജിനോട് അവൾ പറയുന്നു. അത് കേട്ട് മനസ്സ് തകർന്ന് രാജ് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം രാജാണെങ്കിൽ ഇസയുടെ പിന്നാലെ തന്നെ കെഞ്ചി കെഞ്ചി പോവുകയാണ്. പ്ലീസ് എന്നെ ഉപേക്ഷിക്കരുതേ, എന്നെ ഒന്ന് പ്രണയിക്കണേ എന്ന് പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ പോകുന്നു. റോഡിൽ വെച്ചും അവളുടെ കാലിൽ വന്ന് വീണ് കെഞ്ചുകയാണ് രാജ്. എന്നാൽ അത് ഹരീഷ് കണ്ടുകൊണ്ടുവരും. ഹരീഷും കൂട്ടുകാരും ചേർന്ന് രാജിനെ ഒരുപാട് തല്ലുന്നു. അതേസമയം തന്നെയായിരുന്നു പോലീസ് അവിടേക്ക് വന്ന് രണ്ടു കൂട്ടരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി ഇസയോട് കാര്യം തിരക്കുമ്പോൾ ഇസൈ പറയുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നത് ഹരീഷിനെയാ, അല്ലാതെ രാജിനെയല്ല. അവൻ എന്റെ വെറും ഒരു ഫ്രണ്ടെന്ന് ഇസൈ പറയുന്നു. എന്നിട്ട് ഇസൈ കുറച്ച് കാര്യം കൂടി പറയും. രാജിനോട് പറയും, എന്റെ വീട്ടിലെ കക്കൂസ് കഴുകുന്ന നീ എന്റെ ബെഡ്റൂമിൽ വരാനായിട്ട് ആശിക്കുന്നു. നിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. നീ എന്റെ വെറും ഒരു ഫ്രണ്ടായിരുന്നു. പക്ഷേ ഇനി നീ അതിന് പോലും അർഹനല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതേസമയമായിരുന്നു രാജന്റെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും ഇസൈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ കേൾക്കുന്നതും. അതോടുകൂടി അമ്മയാണ് ഏറ്റവും കൂടുതൽ തകർന്നു പോയതും. വീട്ടിലേക്ക് വന്നതിന് ശേഷവും രാജിനോട് അമ്മ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. അത്രയും നാള് അവനെ കൊച്ചു കുട്ടിയെ പോലെ വളർത്തിക്കൊണ്ടുവന്ന അമ്മ അവൻ ആഹാരം കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ തിരക്കിക്കൊണ്ടു നിന്ന അമ്മയാണെങ്കിലോ ദേ ഇന്ന് അവനോട് ആഹാരം കഴിച്ചോ എന്നൊന്നും പോലും ചോദിക്കുന്നതേയില്ല. അതും കൂടി ആയപ്പോൾ രാജിന്റെ മനസ്സ് പൂർണ്ണമായും തകർന്നു പോയി. അവൻ വീട്ടിന്റെ ടെറസിൽ ചെന്നിരുന്ന് കരയുകയായിരുന്നു. അതേസമയം രാജിന്റെ സഹോദരി അവിടേക്ക് വരും. എന്നിട്ട് അവനെ ഒരുപാട് ഉപദേശിക്കുന്നു. സഹോദരിയുടെ വാക്കുകളാണെങ്കിൽ അവനിൽ പ്രചോദനമുണ്ടാക്കി. അവൻ അടുത്ത ദിവസം മുതൽ അവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി അവൻ എന്നത്തെയും പോലെ നല്ല സന്തോഷത്തോടു കൂടി ജോലിക്ക് പോകുവാനായും തീരുമാനിക്കും. പക്ഷെ അമ്മ എന്നിട്ടും അവനോട് മിണ്ടുന്നതേയില്ല. അമ്മയുടെ മനസ്സിൽ വലിയ മുറിവുകളാണ് ആ പോലീസ് സ്റ്റേഷനിലെ സംഭവം ഉണ്ടാക്കിയതും. അങ്ങനെ രാജ് അവന്റെ കാര്യം നോക്കി ജീവിക്കുവാനായി ആരംഭിച്ചു. ദിവസങ്ങൾ മുന്നോട്ട് പോകവേ ഒരു ദിവസം ഇസയാണെങ്കിൽ ഹരീഷ് ഒരു പെൺകുട്ടിയുമായി നിന്ന് സംസാരിക്കുന്നത് കാണും. ആ പെൺകുട്ടി ആരാണെന്ന് ഹരീഷിനോട് അന്വേഷിക്കുന്ന സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പുറത്താകുന്നതും. എന്തെന്നാൽ ഇസയ്ക്ക് മുൻപ് ഹരീഷ് മറ്റൊരു പെൺകുട്ടിയുമായി ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ ഹരീഷിനോട് വന്ന് സംസാരിച്ചിട്ട് പോയതും. നീ എന്നെ ചതിക്കുകയായിരുന്നോ, നിനക്ക് മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ഹരീഷിനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, അത് വെറും ഒരു ലിവിംഗ് ടുഗദർ അല്ലേ, അല്ലാതെ വേറൊന്നുമല്ലല്ലോ എന്ന് അവളോട് ചോദിക്കും. അപ്പോഴാണ് ഇസയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. മുൻപ് രാജിനോട് അവൾ ഒരു കാര്യം പറഞ്ഞില്ലേ, വെറും ഒരു ഐ ലവ് യു അല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന്. അതൊക്കെ ഓർത്ത് അവൾ ഒരുപാട് സങ്കടപ്പെടുന്നു. രാജിനോട് അവൾ എന്തൊക്കെ പെരുമാറിയിട്ടുണ്ടോ അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഹരീഷ് അവളോട് പെരുമാറുന്നതും. അതൊക്കെ ഓർത്ത് താൻ എത്ര ക്രൂരമായാണ് രാജിനോട് പെരുമാറിയത് എന്നൊക്കെ ചിന്തിച്ച് രാജിനെ ഓർത്ത് അവൾ ഒരുപാട് പൊട്ടിക്കരയും. അച്ഛനോടും രാജിനെ കുറിച്ച് പറഞ്ഞൊക്കെ അവൾ കരയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ രാജിനെ കാണുവാനായിട്ട് ഇസൈ എത്തുന്നുണ്ട്. ഇസൈ അവനോട് സംസാരിക്കുവാനായി പോകുന്ന സമയം തന്നെ രാജ് പറയുന്നുണ്ട്, ദേ നോക്ക്, എനിക്ക് നിങ്ങളോട് ഒന്നും തന്നെ ഇല്ല. ഞാൻ എല്ലാം മറന്നിരിക്കുകയാ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് ഞാൻ വരത്തില്ല.
എന്നെ കൊണ്ട് ഒരു ഉപദ്രവവും നിങ്ങൾക്കിനി ഉണ്ടാകത്തില്ല. ഇത്രയും നാൾ ഉണ്ടായ എല്ലാ ഉപദ്രവത്തിനും ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് രാജ് അവിടെ നിന്ന് പോകുന്നു. ഇസൈ പറയുന്നതൊന്നും കേൾക്കുവാൻ പോലും അവൻ കൂട്ടാക്കുന്നതേയില്ല. അതെല്ലാം ഓർത്ത് അവൾ ഒരുപാട് സങ്കടപ്പെടും. അങ്ങനെ ഒരു 6 മാസം കടന്നുപോയി. ഈ 6 മാസവും ഇസയുടെ മനസ്സ് മുഴുവൻ രാജ് തന്നെയായിരുന്നു. രാജാണെങ്കിലോ അവന്റെ കാര്യം നോക്കി ജീവിക്കുന്നു. അങ്ങനെ വീണ്ടും ഇസൈക്കാണെങ്കിൽ രാജിനെ മറക്കാൻ പറ്റാതെ രാജിനെ കാണുവാനായിട്ട് അവനടുത്തേക്ക് വരും. അപ്പോഴും അവനാണെങ്കിൽ, ദേ നോക്ക്, ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാനായി വരത്തില്ല. ഇതുവരെ ചെയ്ത എല്ലാ ശല്യങ്ങൾക്കും സോറി എന്ന് പറഞ്ഞിട്ട് പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു. രാജ് ഇസയെ അക്സെപ്റ്റ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളത് ഇസയ്ക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഇസൈ പറയും, എങ്കിലൊരു കാര്യം ചെയ്യാം, എന്റെ വീട്ടിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് വേണമെന്ന് പറയും. ഞാനിപ്പോൾ ഹൗസ് കീപ്പിങ്ങിനൊന്നും പോകുന്നില്ല, വേറെ ആളെ നോക്കുവാനായിട്ടും രാജ് പറയുന്നു. അപ്പോൾ ഇസൈ പറയും, വേറെ ആരും വേണ്ട, എനിക്ക് നീ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് എടുത്ത് അവനെ കാണിക്കും. ആ ഗിഫ്റ്റ് സിനിമയുടെ തുടക്കത്തില് അവൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവളത് വലിച്ചെറിഞ്ഞില്ലേ, അതേ ഗിഫ്റ്റ് തന്നെയാണ്. ആ ഗിഫ്റ്റ് എങ്ങനെയപ്പോൾ അവളുടെ കയ്യിൽ വന്നെന്നാൽ ആ ഒരു ഗിഫ്റ്റ് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് രാജിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ. അമ്മയാണ് ഗിഫ്റ്റ് എടുത്തുകൊണ്ടുവന്ന് ഇസയെ ഏൽപ്പിച്ചതും. ആ ഗിഫ്റ്റാണ് ഇസൈ ഇപ്പോൾ രാജിന് കൊടുക്കുന്നതും. എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് മുഴുവൻ പ്രണയത്തോടു കൂടിയും അവൾ അവനോട് സംസാരിക്കുന്നു. അത് കേട്ടതും അവളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന പ്രണയം സത്യമാണെന്നും രാജിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രാജാണെങ്കിൽ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരും ഒരുമിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവസാനിക്കുന്നതും. സത്യത്തിൽ രാജ് ഇസയെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ? അവൾ മറ്റൊരുതിനു വേണ്ടിയിട്ട് അവനെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ? എന്തായാലും സിനിമയുടെ കഥ അങ്ങനെ അങ്ങ് അവസാനിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.